അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കും എന്തെത്ര വൈകി ഇത് പറയാൻ വേണ്ടിയിട്ട്, ഇപ്പോഴാണോ പറയാൻ തോന്നിയത്. ഞാൻ ഈ പറഞ്ഞ തന്നെ ഇത് ഇപ്പോൾ പറഞ്ഞില്ലെങ്കിൽ ഇനിയിപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റിയില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് പറഞ്ഞ സാധനമാണ്. അതിന്ന് ഒരു കേസ് കൊടുക്കാൻ, ഞാൻ കേസ് കൊടുക്കുന്നില്ല എന്നൊന്നുമല്ല പറയണം, കേസ് കൊടുക്കാൻ കുറച്ചും കൂടി ധൈര്യം വേണം. അവിടെ ഇട്ടിട്ട് അവിടെ കുറച്ച് കളിപ്പിച്ച് അവിടുത്തെ കുറച്ച് കുറ്റങ്ങളും ഇതും കുറവുകളും ഒക്കെ പറഞ്ഞ് നമ്മളതിനെ ഒന്ന് റാഗ് ചെയ്തിട്ടൊക്കെ വിട്ടിട്ട് ആണ് ഈ കേസ് പോകാമെന്നൊക്കെ നന്നായിട്ട് അറിയാം. അപ്പോൾ അതുപോലെ തന്നെ അതേ സൈമൾട്ടേനിയസ്ലി പല സ്ഥലത്തും ത്രെട്ടുകളും പലതരത്തിലുള്ള ഭീഷണികളും ഒരുമിച്ച് നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതൊക്കെ ഫേസ് ചെയ്യാനൊരു ധൈര്യം വേണ്ടേ? അപ്പോൾ ആ ധൈര്യം ഉണ്ടാകുമ്പോൾ ഞാൻ എന്തായാലും വിട്ടോളും. പക്ഷെ ആ ധൈര്യം ഉണ്ടാവണ വരെ ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല എന്നെനിക്ക് തോന്നി. പിന്നെ ഞാൻ ഈ ചെയ്യണതൊക്കെ അഗെയിൻസ്റ്റ് ലോ ആണെങ്കിൽ നിങ്ങൾക്ക് കേസ് എടുക്കാം. അപ്പോൾ പിന്നെ എനിക്ക് കുറച്ചും കൂടി എന്തായാലും കോർട്ടിൽ പോകണം അല്ലെങ്കിൽ ജയിലിൽ പോകണം. അപ്പോൾ പിന്നെ അതിൻ്റെ ഒപ്പം പിന്നെ ബാക്കി കാര്യങ്ങളും കൂടി നടത്താം. അത് കുറച്ചും കൂടി ഈസിയാണ്. പക്ഷെ ഞാൻ എന്തായാലും ഞാൻ അബ്സ്കോണ്ടിങ് ആയിട്ട് എങ്ങോട്ടും പോവില്ല. ഏത് രീതിയിലും വിളിച്ചാൽ ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരാവും, അല്ലെങ്കിൽ കോർട്ടിൽ ഹാജരാവും. എങ്ങനെയാ വെച്ചാൽ സമൻസ് വീഡിയോ എന്താ വെച്ചാൽ എങ്ങനെയാ വെച്ചാലും ഞാൻ ഹാജരാവും. പിന്നെ 10 കോടിയൊക്കെ കോമ്പൻസേഷനൊക്കെ ചോദിച്ചാൽ എൻ്റെ കയ്യിൽ കൊടുക്കാനില്ല. ഞാൻ ജയിലിൽ പോയിട്ട് കിടക്കും. അത് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് അതിലൊന്നും ഒരു നാണക്കേടില്ല. ഇത്ര പറഞ്ഞിട്ടും ആർക്കും ഒരു ഇതും ഇല്ലാത്തൊരു സ്ഥലത്ത് ഞാൻ ഈ പറഞ്ഞതൊക്കെ തെറ്റാണെങ്കിൽ എനിക്കൊരു 20 കൊല്ലം ജയിലിൽ കിടന്നാലും എനിക്കൊരു കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഈ ജീവിച്ച കാലം ജയിലിനെങ്ങാണ്ടും കൂടുതൽ എനിക്ക് തോന്നണ ജയിൽ ബെറ്ററാണെന്നാണ് എനിക്ക് തോന്നണത്. സോ എനിക്ക് ജയിലിൽ കിടക്കാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ ഞാൻ ഇത് സ്നേഹിച്ചിട്ട് കെട്ടിയതാണ്, പ്രേമിച്ച് കെട്ടിയതാണ് ഞാൻ. അപ്പോൾ ജയിലിൽ നമ്മൾ ഒരിക്കലും സ്നേഹിച്ചിട്ട് പോകണമല്ലോ. അപ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്താലും എക്സ്പെക്റ്റേഷൻ ഇല്ല. ഓക്കെ, പിന്നെന്താ, പിന്നെ കഥകൾ പറയാന്ന് പറഞ്ഞാൽ, നടന്ന കഥകൾ പറയാന്ന് പറഞ്ഞാൽ കുറേ കഥകളുണ്ട്. അതുപോലെ തന്നെ എനിക്കറിയേണ്ട കാര്യം, ഈ 250 കോടി ഉണ്ടോ? ഇങ്ങനെ ആൾക്കാരുടെ വീഡിയോകളിൽ വന്നിട്ട് എപ്പോഴും ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എനിക്ക് ഇത്ര കോടിയുണ്ട് എന്ന് പറയുന്ന സംഭവങ്ങൾ. അത് ശരിക്കും ആൾക്കാരനെ പറ്റിക്കണമാണോ? ആക്ച്വലി ഇന്നെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് വൈഫാണ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുനടന്നു. ഓക്കെ, ഇന്നെ പറ്റിച്ചത് ഓക്കെ, നാട്ടുകാരനത് പറ്റിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശമുണ്ടോ? ഞാൻ ഒരു ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു, ബോഗൻവില്ല എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം. സംഭവം എനിക്ക് ഈ വയലൻസ് പടങ്ങൾ അത്ര ഇഷ്ടമല്ലെങ്കിലും എനിക്ക് അതിൽ നായകനെ കാണാൻ പറ്റിയിരുന്നില്ല. എനിക്കതിൽ ഒരാളുടെ മുഖം മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അത് പറഞ്ഞ് ഞാൻ ആളിനെ കൊല്ലുന്നുണ്ടെന്നൊന്നല്ല ഞാൻ പറയണേ ആ സിനിമയിൽ പോലെ. ബട്ട് ഇങ്ങനെ വൈഫ് എന്ന് പറഞ്ഞ് മുന്നിൽ നിർത്തിയിട്ട് പല കള്ളത്തരങ്ങളും കാണിക്കണ എൻ്റെ ഒരു എക്സാമ്പിളും, അതുപോലത്തെ ആൾക്കാർക്ക് മാന്യമായ മുഖംമൂടി ഉണ്ട് എന്നൊക്കെ ആ ഫിലിമിൽ എനിക്ക് ആ നായകൻ്റെ മുഖമല്ല അത് കണ്ടത്. ഞാൻ ആ ഫിലിമിൽ കണ്ടത് വേറൊരാളുടെ മുഖം. അതാരുടെ മുഖമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് അത്ര അതും ഇങ്ങനത്തെ വയലൻസ് പടങ്ങളും ഇങ്ങനത്തെ കള്ളത്തരങ്ങൾ പടം കൂടുതൽ ഇങ്ങനെ കള്ളത്തരം കണ്ടുപിടിച്ചിട്ട് ഓക്കെ, ഇങ്ങനത്തെ നാർസിസ്റ്റുകൾക്ക് ഇങ്ങനത്തെ കള്ളത്തരങ്ങളുണ്ട്. ഇനി സാധാ ആൾക്കാരും ഇങ്ങനത്തെ കള്ളത്തരമൊക്കെ പഠിച്ചിട്ട് കൂടുതൽ കള്ളന്മാരുണ്ടാവാൻ വെച്ചിട്ട് ഞാനത് സജസ്റ്റ് ചെയ്യില്ല. ബട്ട് ഞാൻ എന്തോ കണ്ടുപോയി. ഞാൻ പേര് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെയൊന്നും വിചാരിച്ചില്ല. പിന്നെ മൈൻഡ് ഇത്തിരി സെറ്റിലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ കണ്ടപ്പോൾ കറക്റ്റ് ഇതന്നെ. അതോ എൻ്റെ തോന്നൽ വെച്ചിട്ട് ചിലപ്പോൾ തോന്നണമായിരിക്കാം, പറയാൻ പറ്റില്ല. ബട്ടുള്ള ആളാണല്ലോ. അങ്ങനെ പിന്നെന്ന് പറയുകയാണെങ്കിൽ ഈ കുറേ കാലമായിട്ട് ആൾക്കാരനെ പറ്റിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ കമൻറ്റ് വേറെ കണ്ടതാണ്. നേരത്തെ ആൾക്കാരുന്നില്ല, ചില ആൾക്കാർക്ക് ആദ്യം തന്നെ കേസ് കൊടുത്ത് എല്ലാതും ചെയ്തു, അപ്പോഴും മനസ്സിലായില്ലേ പിന്നെന്തിനാ പോയി കിട്ടിയെന്ന്.
ഞാൻ ഈ ഒരു ഡിവേഴ്സ് കഴിഞ്ഞിട്ട് ഞാൻ കേട്ട ന്യൂസുകൾ എന്താ വെച്ചാൽ ഡിവേഴ്സായി, ഇയാളുടെ എന്തോ 70% സ്വത്ത് തട്ടി കൊണ്ടുപോയി, കുട്ടീനെ കാണിക്കണില്ല, അങ്ങനെ അങ്ങനെ പല ന്യൂസുകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇയാൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പറയുന്നുണ്ട്. തിരിച്ച് ആരും ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല. ആരും ഇതിനെ പറ്റിയിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിന് ഓപ്പോസിറ്റ് സൈഡിൽ എന്തെങ്കിലും വേർഷൻ ഉണ്ടെങ്കിൽ നമ്മൾ കോടതിയിൽ നമ്മൾ നടന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയാൻ പോകുന്നില്ലല്ലോ. ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങേരുടെ വേർഷൻ ഞാൻ കേട്ടിരുന്നു. ഇങ്ങേർക്ക് പോയിസൺ കൊടുത്തിട്ട് കൊല്ലാൻ നോക്കിയെന്നും അത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോക്ടറെ കൊണ്ട് പുള്ളിയുടെ കോളിൽ നിന്ന് എന്നെ വിളിപ്പിച്ചു. അത് ഏത് ഹോസ്പിറ്റലിലത്തെ ഡോക്ടറാണെന്നൊക്കെ അയാൾ എന്നിട്ട് ആ ഹോസ്പിറ്റൽ മാറിയെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. പിന്നെ എന്തോ കസ്റ്റംസ് ഓഫീസറാണെന്ന് പറയുക. കസ്റ്റംസ് തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് കണ്ട ആളുടെ മുഖം നല്ല പരിചയമുണ്ട്. പേരെ ഒന്ന് ആലോചിച്ചാൽ കിട്ടും. ഇങ്ങനെ 2 പേരാണ് ഇങ്ങേർക്ക് സാക്ഷി പറയാൻ അന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇത് സത്യമല്ല എന്ന് വിചാരിക്കേണ്ട കാര്യം ഇല്ല. അല്ലാണ്ട് വേറൊന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ഒരു 2 കൊല്ലങ്ങളൊക്കെ ആയിട്ടാണ് ഇങ്ങനത്തെ കേസുകളും ഇതൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടാണ് ആ കാര്യത്തിൽ കുറ്റം പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, എനിക്ക് മനസ്സിലാവും ഇതിൻ്റെ ട്രോമ എങ്ങനെയുണ്ട്, അതുപോലെ തന്നെ എത്രമാത്രം പേടിപ്പിച്ചിട്ടുണ്ടാവും, അതുപോലെ തന്നെ ത്രെട്ടനിങ് ഉണ്ടാവും. അപ്പോൾ എന്തുകൊണ്ട് ഇതൊന്നും പുറത്ത് പറയാതിരുന്നതെന്നൊക്കെ മനസ്സിലാവും. പക്ഷേ ആ ത്രെട്ടനിങ്ങും ഇതും ഒക്കെ ബാക്കിയുള്ളവരും ഫേസ് ചെയ്യും. അതുകൊണ്ട് അവർക്കും പേടിയുണ്ടാവും. അപ്പോൾ അവർക്കും ഇതുപോലെ തന്നെ കേസ് കൊടുക്കാനൊക്കെയുള്ള പേടികളും അതൊക്കെ മറന്നിട്ട് വേണം, കുറച്ച് സമയം എടുക്കും എന്ന് മനസ്സിലാക്കണത് നല്ലതായിരിക്കും. അതിനെ പറ്റിയിട്ട് ഇനി കൂടുതൽ പറയാനില്ല. പിന്നെന്താണ് എന്ന് പറയണത് മോൺസൺ മാവുങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള കേസിനെ പറ്റിയിട്ടാണ്. ആക്ച്വലി പുള്ളിയുടെ ഞാൻ ആ കേസ് വന്നപ്പോഴാണ് കൂടുതൽ ശ്രദ്ധിക്കണത്. പക്ഷേ എനിക്ക് ആ പുള്ളിനെ മുമ്പേ അറിയാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കല്യാണം കഴിക്കണാണ്ടും ഒരു 4 ദിവസം മുമ്പ് ഇയാളിനെ കാണിക്കാൻ കൊണ്ടുപോണ്ട് ഇയാളുടെ വീട്ടിലേക്ക്. എന്നിട്ട് എന്നോട് പറയണത് ഇതെൻ്റെ ബ്രദറാണ്, എൻ്റെ അമ്മയ്ക്ക് പുള്ളീനെയാണ് എന്നെക്കാളും വിശ്വാസം. അപ്പോൾ പുള്ളി കണ്ടിട്ട് ഓക്കെ പറഞ്ഞാലാണ് അമ്മ സമ്മതിക്കാന്ന്. അപ്പം അങ്ങനെ അവിടേക്ക് പോയിട്ട് കാണുന്നുണ്ട്. എന്നെ കൊണ്ട് പുള്ളിയുടെ കാലിൽ വീഴിക്കുന്നുണ്ട്. അങ്ങനെ പുള്ളി സംസാരിച്ചു. അപ്പോൾ അപ്പോഴേക്കും പുള്ളി എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഫുൾ അന്വേഷിച്ചിട്ടുണ്ട്. എന്നിട്ട് പുള്ളിയുടെ അമ്മേനെ വിളിച്ചിട്ട് പറയാണ്, എന്താണ് എലിസബത്ത് ഭയങ്കര നല്ല കുട്ടിയാണ്, കുടുംബമൊക്കെ ഭയങ്കര നല്ലതാണ്, ഞാൻ അല്ലാതെ അന്വേഷിച്ചാണ്, ധൈര്യമായിട്ട് കല്യാണം കഴിക്കാം, നല്ല കുട്ടിയാണ്, ഞാൻ ബാലയുടെ കാര്യം ആലോചിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ബിഗ് ബ്രദർ ലെവൽ വർത്താനമൊക്കെ അവിടുന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്നും തിരിച്ച് അമ്മയുടെ ഭാഗത്തുനിന്ന് എൻ്റെ മോൻ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല, മോൻസൺ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറയും. മാത്രമല്ല അവിടുന്ന് എന്തോ ഒരു ചെയിൻ, ഒരു ചെറിയ ചെയിൻ ഇയാളെ കൊണ്ട് എൻ്റെ കഴുത്തിൽ ഇടിപ്പിക്കണമുണ്ട്. സ്വർണ്ണ ചെയിനല്ല, സം അതർ തിങ്, അതെന്താണെന്നറിയില്ല. അതും ഇവരുടെ ചെന്നൈ ലോക്കറിൽ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഈ മനുഷ്യനെ പരിചയപ്പെടുന്നത്. നല്ല സംസാരം, പക്ക എന്നോട് പറഞ്ഞ ഭയങ്കര വലിയ കാശുകാരനാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, എൻ്റെ സ്വന്തം ചേട്ടനാണ്, എനിക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യും. ഞാൻ ഷൂട്ടിങ്ങിന് പോണ സമയത്ത് നീ ഒറ്റയ്ക്കാണ് വീട്ടിലെങ്കിൽ ജസ്റ്റ് 2 മിനിറ്റ് നടക്കേണ്ട ദൂരമുള്ളൂ, അങ്ങോട്ട് പോയാൽ പിന്നെ ആരും നിന്നെ തൊടില്ല. ഓക്കെ, അല്ലെങ്കിൽ വിളിച്ച് ഇങ്ങോട്ട് വരുത്താനും വീട്ടിലേക്ക് വരുത്തിയാലും കുഴപ്പമില്ല. അത്രമാത്രം വിശ്വാസമുള്ള ആളായിരുന്നു. പക്ഷെ കേസ് വന്നപ്പോൾ അറിയാമെന്ന് മാത്രമായി. ബ്രദറായിരുന്നു. അതുപോലെ തന്നെ പുള്ളിക്കൊരു മോതിരം ഇയാൾ ഇട്ട് കൊടുക്കണ ഒരു വീഡിയോ, അത് ഞാൻ പിന്നെയാണ് ശ്രദ്ധിക്കണത്. ഈ കേസ് വന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിക്കണത്. കാരണം ആ മോതിരത്തിൻ്റെ പേരിൽ പല തവണയും കുഴപ്പമുണ്ടായിട്ടുണ്ട്. കാരണം ആ മോതിരത്തിന് 1 കോടി രൂപ വിലയുണ്ടെന്നാണ് പുള്ളി പറയണത്. പുള്ളിയുടെ മോതിരമാണെന്നാണ് പറയണത്. 1 കോടി രൂപ വിലയുണ്ട്, എന്തോ അതിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞു, അതൊക്കെ ഓർമ്മയില്ല നമ്മുടെ പ്രസ്തുത വ്യക്തി. അപ്പോൾ ആ സാധനം ഇങ്ങനെ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിഞ്ഞിട്ടും പല സമയത്തും കള്ളുപിടിച്ചിട്ട് തീരെ ബോധമില്ലാണ്ടാണല്ലോ ഇരിക്കണേ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇടും.
അപ്പോൾ അത് കാണാണ്ടാവുമ്പോൾ നമുക്കാണ് ചീത്തയും അടിയൊക്കെ കിട്ടണത്. അപ്പോൾ ഒരു കൂട്ടർ സാധനമല്ലേ, നിനക്ക് അത് നോക്കിക്കൂടെ? ഭാര്യയല്ലേ, അല്ലാണ്ട് പിന്നെ നിനക്ക് എന്താ പണി? ഉള്ള പണിയൊക്കെ കളഞ്ഞിട്ട് അവിടെ ഇരുത്തിയിട്ട് അപ്പോൾ ആ മോതിരത്തിൻ്റെ സംഭവം വെച്ചിട്ട് കുറേ കുഴപ്പങ്ങളുണ്ടായി. പിന്നെ ഈ കേസ് ഉണ്ടായപ്പോഴാണ് ഈ സംഭവം വിട്ടുകൊടുത്തത് മോൺസനാണെന്ന് അറിയണേ. പിന്നെ നോക്കിയപ്പോൾ ഒരു കളക്ഷൻ തന്നെ ഉണ്ട് ഈ മോതിരങ്ങളുടെ, അതുപോലെ തന്നെ എന്തൊക്കെയോ ഗോൾഡ് ചെയിന്, അതുപോലെ തന്നെ എന്തൊക്കെയോ കുറേ അതൊക്കെ ഫുള്ള് എന്താ കയ്യിലിടുന്ന ബാൻഡുകൾ എല്ലാം ഭയങ്കര കമ്പനി ബ്രാൻഡഡ് സാധനം പോലത്തെ സംഭവങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ സാധനമൊക്കെ ഗിഫ്റ്റ് കൊടുത്ത ഒരു കുറേ സെറ്റുകൾ തന്നെ അവിടെ ഉണ്ട്. എല്ലാതും പിന്നെ മോൺസൻ്റെ അവിടെ നിന്നാണോ, പിന്നെ മോൺസൻ്റെ കേസ് വന്നപ്പോഴാണ് അതൊക്കെ അന്നൊക്കെ പറഞ്ഞ ഇതുപോലത്തെ വില കൂടിയ ഗിഫ്റ്റ് കിട്ടണമെങ്കിലും അതിനൊരു ക്ലാസ് വേണം, നിനക്കൊക്കെ ഇങ്ങനത്തെ ഗിഫ്റ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് പുച്ഛിക്കാറുണ്ട്. അത് വേറെ കാര്യം. ഓക്കെ നമുക്ക് അതുപോലത്തെ ഗിഫ്റ്റ് ഒന്നും തരാൻ ആരുമില്ല. നമുക്ക് തരികയാണെങ്കിൽ ആരെങ്കിലും ഡയറി മിൽക്കൊക്കെയാണ് ഗിഫ്റ്റ് തരിക. ബട്ട് ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ് ഡയറി മിൽക്ക്. പിന്നെ എന്താന്ന് വെച്ചാൽ പിന്നെ ഉണ്ടാവുന്ന സംഭവം ഇങ്ങനെ കേസൊക്കെ വന്നപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ വരുമ്പോൾ നമ്മളെ കൂടെ പിടിച്ചിരുത്തുകയാണ് എൻ്റെ ഉദ്ദേശം. വേറെ ഒന്നുമല്ല, ഒരു പെണ്ണ് കൂടി ഇരിക്കുമ്പോൾ അധികം ചോദ്യം വരില്ല, കൂടുതൽ റേസ് ആവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളതിനെ പിടിച്ചിട്ടിരുത്തുന്നത്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എത്ര ഇഷ്ടത്തിലാണ് അവിടെ ഇരിക്കണേന്ന്. ഈവൻ റിപ്പോർട്ടർ ചാനലിലുള്ള സമയത്ത് നികേഷ് കുമാർ സാർ അതിൽ പറയുന്നുണ്ട് വൈഫ് വേണ്ട ഇൻ്റർവ്യൂവിന്, എന്നിട്ടും അതിൻ്റെ ഇടയിൽ എലിസബത്ത് കം ഹിയർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ സ്വന്തം ബ്രദറായിട്ടുള്ള ആളുടെ കേസ് വന്നപ്പോഴുള്ള കേസാണ്. മാത്രമല്ല സ്വന്തം പേരിൽ കേസ് വരുന്ന പേടിച്ചിട്ട് ചെന്നൈ വീട്ടിൽ നിന്നും മാറി നിൽക്കാം എന്ന് ഇത് ചെയ്തിട്ട് ഒരു ദിവസം വേറൊരു പെണ്ണിൻ്റെ വീട്ടിൽ പോയിട്ട് മാറി നിൽക്കുന്നുണ്ട്. ആ പെണ്ണ് ആദ്യം വിളിച്ചപ്പോൾ ഇന്നെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പോയാൽ പിന്നെ ഇയാൾ ഒറ്റയ്ക്കാവില്ല. ഇനിയിപ്പോൾ അങ്ങനെയും കൂടി പോയാൽ ഈ സമയത്ത് എന്താ വെച്ചിട്ട് ഇനിയും കൂടി കൊണ്ടുപോയി, ആ പെണ്ണ് സമ്മതിക്കാണ്ടും ഇന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങനെ അവിടെ ഉള്ള സംഭവങ്ങൾ നടക്കണു. പിന്നെ എന്താ പറയുക, പിന്നെ ഞാൻ പറയാൻ വന്നത് ഒരു വെർസാസിൻ്റെ ഗ്ലാസിനെ പറ്റിയിട്ടാണ്. ഏറ്റവും വില കൂടിയ സൺഗ്ലാസ്സെന്നോ അല്ലെങ്കിൽ ഭയങ്കര റേറ്റ് എന്തോ 10,26,000 അതിങ്ങനെ അങ്ങനെ എന്തോ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു റിവ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, വെർസാസിൻ്റെ സൺഗ്ലാസ് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഉറവിടും ഈ മോൺസൺ മാവുങ്കൽ തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുകയാണെങ്കിൽ മോൺസൺ മാവുങ്കൽ കൊടുത്ത ഗിഫ്റ്റ് അല്ല അത് ആക്ച്വലി മോൺസൺ മാവുങ്കലിൻ്റെ ഡ്രൈവർ ഇയാളിനെ കസ്റ്റഡിയിൽ എടുത്തപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് അവരൊക്കെ ഓരോ സാധനങ്ങൾ മുക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ നിന്ന് ഒന്ന് എടുത്തിട്ട് ഇയാൾക്ക് കൊണ്ടുവന്നിട്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അവിടുത്തെ ഡ്രൈവർ വന്ന് അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന സാധനം ഇങ്ങനെയൊക്കെ ഗിഫ്റ്റായി കൊടുത്ത സാധനമാണ്. പിന്നെ അതൊക്കെ വലിയ ന്യൂസൊക്കെ ആയിട്ട് വരുന്നത് വെർസാസിൻ്റെ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. വീഡിയോ ഇട്ട ആൾക്കാർക്ക് അറിയുണ്ടാവും അത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നൊക്കെ. അതുപോലെ തന്നെ പല ഇൻ്റർവ്യൂകളിലും ഇത് കോടികളുടെ സാധനമാണ് മറ്റേതാണെന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റിലായിട്ടുള്ള സാധനങ്ങളാണ്. നാടൻ സാധനങ്ങൾ കണ്ടാൽ കുറച്ച് ലുക്കൊക്കെ തോന്നുന്ന സാധനത്തിന് പുള്ളിയുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതൊക്കെ വില കൂട്ടിയിട്ട് പറയുന്നതാണ്. പിന്നെ ആസ്തിയുടെ കാര്യം എനിക്കറിയില്ല, അത് എനിക്കും ഡൗട്ടുള്ള കാരണമാണ് എനിക്കറിയണ കാര്യങ്ങളാണ് ഞാൻ അറിയണ പോലെ പറയണേ. അറിയാത്ത കാര്യങ്ങൾ എനിക്കും ഡൗട്ടാണ്. അതിങ്ങനെ എല്ലാവരുടെയും ഇല്ലാത്ത കാര്യം ഇങ്ങനെ എപ്പോഴും പോയിട്ട് ടി വിയിൽ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കുമ്പോൾ അത് കുഴപ്പമില്ലേ? അല്ലെങ്കിൽ എനിക്കും പറയാം എനിക്ക് ഇത്ര കോടി സ്വത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലേ? ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടല്ലേ പോയിട്ട് പലരുടെയും കൂടെ കിടന്നതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റുകളും വരുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചതാണ്, ആ ഒരു കോടിയുടെ കേസിൽ നിങ്ങളൊന്ന് തീരുമാനം ഉണ്ടാക്കണം എത്ര ആസ്തി ഉണ്ട് എന്നുള്ളത് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് പറയേണ്ടത് 2 ദിവസം മുമ്പ് ഇട്ട വീഡിയോയിലും ഇതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടി തല്ലുകൂടുന്നതെന്നും അതിൽ എൻ്റെ വീഡിയോ ഇട്ടിട്ട് കാണിക്കുന്നുണ്ട് ഞാനും ചെകുത്താനും കൂടിയുള്ള വീഡിയോയിൽ. എന്തുമാത്രം തെറികളായിരുന്നു ഞാനും ചെകുത്താനും കൂടിയിട്ട് ഉള്ള വീഡിയോയിൽ. ആക്ച്വലി ഞാനിനി കുറച്ച് കാലത്തേക്കല്ല,
എന്താ എനിക്ക് മുഖം വീഡിയോയിൽ കാണിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റേ എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ചെറുത്താൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. സീരിയസ്ലി ഭയങ്കര ഹാപ്പി ആയിരുന്നു. നല്ല ഹാപ്പി ആയിട്ട് തന്നെ കുറേ നേരം സംസാരിച്ചിട്ടിരുന്നു. ഒരു മൂഡ് തന്നെ ഡൈവേർട്ട് ആക്കാനുള്ള ഇതുണ്ടായിരുന്നു. അതിനെ എത്രമാത്രം നെഗറ്റീവ് അടിച്ചിട്ട് ഓക്കെ ആൾക്കാർക്ക് സന്തോഷം കിട്ടണം, ആൾക്കാർക്ക് സന്തോഷം കിട്ടിക്കോട്ടെ, നമുക്ക് അത്രയെങ്കിലും സന്തോഷമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അത്രയ്ക്കൊക്കെ സന്തോഷം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വേറെ കാര്യം. എലിസബത്തിൻ്റെ പുതിയൊരു വീഡിയോയും കൂടി എലിസബത്ത് യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അത് ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ പിന്നെയും ഇതുപോലെ തന്നെ കമൻസിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് തന്നെയാണ്. അതിൽ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മോൻസൺ മാവുങ്കലുമായിട്ട് ഈ ഒരു ബാലയ്ക്ക് ബന്ധമുള്ള ഒരു കാര്യം. അതിനെക്കുറിച്ച് കുറച്ചും കൂടി വിശദീകരിച്ച് ഈ ഒരു എലിസബത്ത് ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു. ഈ ഒരു കല്യാണത്തിന് മുമ്പ് ബാലയുണ്ടെങ്കിൽ എലിസബത്തിനെ കൂട്ടിക്കൊണ്ട് ഈ ഒരു മോൻസൻ്റെ വീട്ടിൽ പോയി അവിടെ ചെന്നിട്ട് അവർ എന്താ പറയുക കാലിൽ തൊട്ട് തൊഴുകയൊക്കെ ചെയ്തു. ആ സമയത്ത് ഒരു മാല ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നു. അതൊക്കെ ഇപ്പം ചെന്നൈയിൽ ലോക്കറിലാണുള്ളത്. അതുപോലെ തന്നെ ഇവർ ഭയങ്കര നല്ലൊരു സഹോദരൻ പോലത്തുള്ള ഒരു ബന്ധമാണ്. ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ബാലയുടെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മോൻസൺ മാവുങ്കലിനെ. പക്ഷേ കേസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഈ ഒരു ബാലയെടുത്ത് ചോദിച്ചപ്പോൾ ജസ്റ്റ് അറിയാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അറിയാവുന്നതിനേക്കാൾ നല്ലൊരു ഭയങ്കര ഫാമിലി പോലെയൊക്കെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിപ്പോൾ ആ ഒരു ഫസ്റ്റ് ആ ഒരു വീഡിയോയിൽ ഫുള്ള് എലിസബത്ത് തന്നെ പറയുന്നുണ്ട്. നിങ്ങൾക്കത് കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. സോ അപ്പോൾ ബാലയ്ക്ക് ഇതുപോലത്തുള്ള കുറേ അധികം ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു 100 കോടി സ്വത്ത് എങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ അത് യഥാർത്ഥത്തിലുള്ളതാണോ എന്നൊരു ഡൗട്ടുണ്ട് എന്നാണ് എലിസബത്ത് പറയുന്നത്. ഇതൊക്കെ ഉള്ളതാണോ എന്നൊരു ഡൗട്ടുണ്ട്. ബട്ട് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ഇതൊക്കെ ഡൗട്ടാണ്. ഇതുപോലത്തുള്ള കുറേ കാര്യങ്ങൾ വീട്ടിലൊക്കെ കുറേ ഇരിപ്പുണ്ട്. അതൊക്കെ ഇങ്ങനെ ഗിഫ്റ്റായിട്ടൊക്കെ കൊടുത്തിട്ടുള്ളത്, അല്ലാതെ സ്വന്തമായിട്ടോ അങ്ങനെയൊന്നും അല്ലെന്നൊക്കെയാണ് എലിസബത്ത് ഇട്ട ആ വീഡിയോയിൽ പറയുന്നത്. അതുപോലെ തന്നെ കുറേയധികം നടന്ന കാര്യങ്ങൾ അവിടെ വെച്ചും കുറേയധികം അമ്മയൊക്കെ ഭയങ്കരമായിട്ട് കളിയാക്കുമായിരുന്നു. നിനക്ക് ഇതേ കണക്ക് ഇതൊന്നും വാങ്ങാൻ അല്ലെങ്കിൽ ഇതൊന്നും കിട്ടാനുള്ള യോഗ്യതയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ എലിസബത്ത് പറയുന്നുണ്ട്. അവിടെ വെച്ച് തനിക്കുണ്ടായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള എന്താ പറയുക അവഗണനയും എല്ലാത്തിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ ഫുള്ള് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ബാലയെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്.